പിതാവേ, ഒത്തിരി നന്ദിയുണ്ട്. 4 ചുമരുകൾക്കിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഒത്തുചേരാൻ ഒരവസരം ഒരുക്കി തന്നാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. ക്രിസ്തുവിന്റെ മണവാട്ടികളായ ഞങ്ങളെപ്പോലുള്ളവരുടെ കൂട്ടായ്മയ്ക്ക് ഇതൊരു സന്തോഷവും അഭിമാനവുമായിരിക്കും.
നാമം എന്നീശോദൻ നാദം. താങ്ക് യു. ആത്മവിശ്വാസത്തിന്റെ ചുമലിൽ സ്വപ്നങ്ങളേറ്റി പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ലില്ലിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും എന്റെ പേരിലും സ്നേഹപൂർവ്വം നേരുന്നു ജന്മദിനാശംസകൾ. ആദ്യമേ തന്നെ ഞങ്ങൾ വളരെയധികം അഭിമാനം കൊള്ളുകയാണ് ലില്ലിയെയും അവരുടെ കുടുംബാംഗങ്ങളെയും കുറിച്ച്. ഇതൊരു അപൂർവ കാഴ്ചയാണ്. ഞങ്ങളിൽ ഭൂരിഭാഗം പേരും ഏകസ്ഥരായി ജീവിക്കുന്നവരാണ്. മാമോദീസ, കുർബാന സ്വീകരണം അല്ലാതെ ജീവിതത്തിൽ ഒരു ആഘോഷ മുഹൂർത്തം ഉണ്ടായിട്ടില്ല. അതും അന്നത്തെ കാലത്ത് ഇതിനൊന്നും അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീടുകളിൽ 25ാം വിവാഹ വാർഷികം, 50ാം വിവാഹ വാർഷികം, ഇങ്ങനെ പല ആഘോഷങ്ങളും കാണുമ്പോഴും കേൾക്കുമ്പോഴും ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കും ഞങ്ങളുടെ പരാതികളും പരിഭവങ്ങളും. വളരെ ചുരുക്കം ഫാമിലീസ് മാത്രമേ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തയ്യാറാവുകയുള്ളൂ. ഏത് സഹോദരങ്ങളാണ് തന്റെ കുടുംബത്തിലെ ഭിന്നശേഷിക്കാരിയായ സഹോദരിയുടെ ബർത്ത്ഡേ ഇത്രയ്ക്കും വിപുലമായ തോതിൽ ആഘോഷിക്കുവാൻ മുന്നോട്ട് വരുന്നത്? എതിർപ്പുകൾ ഉയരുമ്പോഴും നിരാശ തോന്നുമ്പോഴും എരിഞ്ഞടങ്ങാനോ തലകുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതമെന്ന് തന്റെ സഹോദരിയിലൂടെ ഈ ലോകത്തിന് തന്നെ കാണിച്ചു കൊടുക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. ഇവിടെ എത്തിയിരിക്കുന്നവരെ ഭൂരിഭാഗം പേരും അധിക നേരം ഇരിക്കാൻ പറ്റാത്തവരും മരുന്നുകൾ കഴിക്കുന്നവരുമാണ്. എല്ലാവരും എല്ലാ പരിപാടിയിലും പങ്കെടുക്കുകയും വേണം. ഭക്ഷണത്തിനും അനുവദിച്ചിട്ടുള്ളത്. ഇനി എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങി കഴിഞ്ഞിരുന്ന നമ്മൾ ഇന്ന് ലോകത്തിലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ അഭിമാന നേട്ടത്തിന്റെ പ്രകാശ ഗോപുരങ്ങളായി തിളങ്ങി നിൽക്കുകയാണ് എന്നത് ഒരു സത്യം തന്നെ. ഒരു കാലഘട്ടത്തിൽ അവജ്ഞയോടെ നമ്മെ കണ്ടിരുന്ന സമൂഹം ഇന്ന് അംഗീകാരത്തിന്റെ പൂച്ചെണ്ടുകൾ സമ്മാനിക്കുകയാണ്. ഇത്തരം കൂട്ടായ്മയിലൂടെ അതിരില്ലാത്ത സൗഹൃദം പങ്കുവയ്ക്കുകയും ലോകത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും ആവോളം ആസ്വദിക്കുകയും ചെയ്തുകൊണ്ട് ഇരുളടഞ്ഞ നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാക്കാൻ തിരക്കേറിയ ജീവിതത്തിൽ അല്പസമയം നമ്മളോടൊപ്പം ചെലവഴിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഈ വ്യക്തിത്വങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അധ്യക്ഷപദം അലങ്കരിക്കാൻ എത്തിയിരിക്കുന്നത് പീസ് ഹോം ഡയറക്ടർ റെവറൻഡ് ഫാദർ ജോൺസൺ ചാലിശ്ശേരിയാണ്. ലില്ലിയുടെ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് പൂർണ്ണ മനസ്സോടെ ഇരു കൈയും നീട്ടി ഞങ്ങൾക്കായി ഇവിടെ എല്ലാ സൗകര്യവും ഒരുക്കി തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കൂടാൻ പറ്റിയത്. ഒരു അപ്പനെ പോലെയുള്ള അച്ഛൻ്റെ മനസ്സാണ് ഈ പരിപാടി ഇവിടെ നടത്താൻ തീരുമാനിച്ചത്. ഞങ്ങൾക്ക് ഒരിക്കലും സാധ്യമാകാത്ത ഒരു കാര്യമാണ് കുർബാനയിൽ കാഴ്ച സമർപ്പണം നടത്തുക എന്നത്. മറ്റാരും ഇല്ലേ എന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഞങ്ങൾ തികച്ചും അശക്തരാണ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾക്ക് ചെവി കൊടുക്കാതെ തന്റെ കുർബാന മധ്യേ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും വിലമതിപ്പുള്ള ലില്ലിക്ക് കാഴ്ച സമർപ്പണത്തിനുള്ള അവസരം ഒരുക്കി കൊടുത്ത അച്ഛനെ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ നോക്കിക്കാണുകയാണ്. സ്വപ്നം കണ്ടതെല്ലാം ഉള്ളംകൈയിൽ തൂക്കി നടക്കുമ്പോൾ സർവേശ്വരൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം ഉത്തരവാദിത്തോടെയും പൂർണ്ണ മനസ്സോടെയും നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന അച്ഛന് എന്നും ഓർക്കാനും മനസ്സിൽ ഒരു കുളിർമയായി സൂക്ഷിക്കാനും
ഈ അവസരം ഇടവരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അച്ഛനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ലില്ലിയുടെ കുടുംബാംഗത്തിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആത്മീയ രംഗത്തും സാമൂഹ്യ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന അങ്ങയെ ഞങ്ങളോട് സംസാരിക്കാനും ഞങ്ങൾക്കൊരു മെസ്സേജ് തരുന്നതിനുമായി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട ഡേവിസ് പട്ടത്തച്ഛ, സോളമനച്ച, ജോമാനച്ച, ജെറിനച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഇന്നത്തെ താരമായിരിക്കുന്ന ഗോൾഡൻ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ലില്ലിയുടെ കുടുംബാംഗങ്ങൾ, ലില്ലിയുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. എവിടെ ജനിച്ചു, എവിടെ മരിക്കുന്നു എന്നുള്ളതല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമെന്ന് നമുക്കറിയാം. ആ വ്യക്തി എങ്ങനെ ജീവിച്ചു അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ ലോകത്തിലെ മറ്റുള്ളവരെ നോക്കിക്കാണുന്നത്. ലില്ലിയെ സംബന്ധിച്ചിടത്തോളം ആറ്റത്തറ ഇടവകയിലെ പുത്തൂര് തറവാട്ടിൽ 6ാമത്തെ കുഞ്ഞായി ലില്ലിക്കുഞ്ഞായി ഈ ലോകത്തിൽ ജന്മമെടുത്ത് പിന്നീടുള്ള വർഷങ്ങൾ, ഈ 50 വർഷങ്ങൾ ദൈവം ഈ മകളിലൂടെ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഇന്നത്തെ വിശുദ്ധ കുർബാനയിലെ സോളമനച്ചനും അഭിമന്യ ടോണി പിതാവും സൂചിപ്പിക്കുകയുണ്ടായി. തൻ്റെ കഴിവ് കുറവ് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാതെ മറ്റുള്ളവരോടൊപ്പം ആയിരിക്കാനായിട്ട് തനിക്ക് സാധിക്കുമെന്ന് തെളിയിച്ച വ്യക്തിയാണ് ലില്ലി. ഇവിടെ മുൻപിലിരിക്കുന്ന ഈ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ പിന്നിലെ വികാരമെന്ന് നമുക്കറിയാം. ഈ ലോകത്തിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഞാൻ സന്തോഷിക്കുക, എൻ്റെ കുടുംബം സന്തോഷിക്കുക, ഞങ്ങൾ സന്തോഷിക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ഒരു സാഹചര്യമാണ്. പക്ഷെ ലില്ലിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി എന്ത് ത്യാഗമെടുക്കാനും, അത് ലില്ലി മാത്രമല്ല, ലില്ലിയുടെ സഹോദരങ്ങളുടെ കുടുംബം മുഴുവനും അതിനോട് ചേർന്ന് നിന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, പ്രത്യേകിച്ച് ബിഗ്സോമിലുള്ള മക്കളെ സന്തോഷിപ്പിക്കാൻ, ദർശന ക്ലബ്ബുമായി ബന്ധപ്പെട്ടുള്ള, പുനർജനിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും മറ്റുള്ളവർക്ക് ഏതൊക്കെ തരത്തിൽ സന്തോഷം കൊടുക്കാൻ സാധിക്കുമോ അതിനുള്ള മനസ്സ് തനിക്കുണ്ട് എന്ന് മറ്റുള്ളവരെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സംഘാടവും മികവ് തന്നെ ലില്ലിക്കുണ്ട് എന്ന് നമ്മൾ ഇതിനകം കണ്ടതാണ്. ഈ അവസരത്തിൽ ഇന്ന് ഇവിടെ ഈ 50ാം ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും ഇവിടെയുള്ള നിങ്ങളെല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ഈ 50ാം പെരുന്നാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസിദ്ധീകരിക്കുന്നു. നന്ദി. താങ്ക് യു ജോൺസൺ അച്ഛാ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നത് ജെറുസലം ധ്യാന കേന്ദ്രം ഡയറക്ടർ റവറന്റ് ഫാദർ ഡേവിസ് പട്ടത്തെ CME ആണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന വ്യക്തി. തന്റെ പ്രവർത്തന മേഖലയിൽ തന്നോടൊപ്പം ചേർക്കാൻ തെരഞ്ഞെടുത്തത് ഒന്നിനും സാധിക്കാത്തവരെന്നെ സമൂഹം മുദ്രകുത്തുകയും മറ്റുള്ളവരുടെ അവഗണനയും പരിഹാസവും ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഈ മക്കളെയാണ്. സഹനപ്പൂക്കൾ എന്നറിയപ്പെടുന്ന 100ഓളം വരുന്ന ഈ അപ്പസ്തോലരാണ് ജെറുസലം ധ്യാന കേന്ദ്രത്തിന്റെ വെളിച്ചം പകരുന്ന ചങ്കുകൾ. ഇങ്ങനെ ഒരു സംരംഭത്തിന് രൂപം കുറിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ വ്യക്തി. എത്ര തിരക്കുള്ള വ്യക്തിയാണെങ്കിലും സഹനപ്പൂക്കൾ വിളിച്ചാൽ ഉടനെ ഫോൺ എടുത്ത് മറുപടി വരും. ആ സംസാരവും സാന്നിധ്യവും ഞങ്ങൾക്ക് ആശ്വാസവും ആത്മസംതൃപ്തിയുമാണ്. ഏത് ധ്യാന കേന്ദ്ര ഡയറക്ടറാണ് ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ വിളിച്ചാൽ ഉടനെ തന്നെ ഫോൺ എടുത്ത് സംസാരിക്കുക? ആദ്യമായി ഒരു ചടങ്ങ് തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് ലില്ലിക്ക് അവസരം നൽകിയ സ്നേഹസമ്പന്നൻ, തന്റെ പ്രവർത്തന മേഖലയിൽ
സമൂഹത്തിൽ വേദനിക്കുന്നവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മുതൽക്കൂട്ട്. അബ്രപ്പാളികളിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ ലില്ലിയുടെ കുടുംബാംഗങ്ങളുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിന്റെയും ദൈവത്തിന്റെയും സന്ദേശം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന ആത്മീയ ഗുരു. കുപ്പയിലെ മാണിക്യത്തെ തേടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലെത്തി ഇതൊരു ഡിസേബിൾഡ് അല്ല ഡിവൈൻ ഏബിൾ ആണെന്ന് മനസ്സിലാക്കി തന്ന ഞങ്ങളുടെ സ്വന്തം പട്ടത്തച്ഛനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ ജോൺസൺ അച്ഛ, വേദിയിലിരിക്കുന്ന അച്ഛന്മാരെ, ഇവിടെ നമുക്കുള്ള ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിന്റെ ഇടയിൽ കഴിക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് വേഗം ആവശ്യമുള്ളവർ കഴിക്കണം. പ്രിയം നിറഞ്ഞ ജോൺസൺ അച്ഛ, പ്രിയം നിറഞ്ഞ അച്ഛന്മാരെ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട അതിഥികളെ, മാത്യൂസ്, ഇന്ന് പ്രത്യേകമായ ജന്മതിരുനാൾ വലിയ ഗോൾഡൻ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് ഏറെ പ്രിയം നിറഞ്ഞ ലിലി ചേച്ചി, ഇന്ന് ദൈവത്തിന്റെ ഒരു മഹാത്ഭുതം ഞാനിവിടെ കാണുകയാണ്. മഹാത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേറെ ദൈവമക്കളെ ഒരുമിച്ച് ചേർത്ത് ഒരു കുടയുടെ കീഴിൽ കൊണ്ടുവന്ന് ഒരു ബലിയർപ്പണം നടത്തി. പിതാവിന്റെ അതിമനോഹരമായിരിക്കുന്ന രക്ഷാകരമായ വിശുദ്ധ ബലി അർപ്പണത്തിൽ ഒരു സ്നേഹസമർപ്പണം ലില്ലി സമർപ്പിച്ച് ഞാൻ കണ്ടു. പിതാവ് എന്നോട് കാസ പീലാസ് ഉയർത്തി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ 2 നിമിഷങ്ങളിലും എൻ്റെ ഹൃദയം ത്രസിക്കുകയായിരുന്നു. കാരണം ഒന്ന്, പല വിധത്തിൽ കുറവുള്ള വ്യക്തികളെ ആദരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ മക്കളാണ് ഞങ്ങൾ എല്ലാവരും എന്നുള്ള ഒരു വലിയ ബോധ്യം ഇന്ന് യേശുവിന്റെ അപ്പവും വീഞ്ഞും തിരുശരീര രക്തങ്ങളായി മാറുന്നത് പോലെ വിവിധങ്ങളായ ഭവനങ്ങളിൽ ത്യാഗത്തിന്റെ ബലി അർപ്പിക്കുന്ന വീരപുഷ്പങ്ങളാണ് ഇപ്പോൾ നമ്മളെ മുന്നിലിരിക്കുന്നത്. ഈ ലില്ലിയും പൗളിയും ലിജിയും ലീനയും വിചാരിച്ചാൽ ഒരത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കുറച്ചു നാളുകൊണ്ട് തിരിച്ചറിഞ്ഞു. ഇവര് നിസ്സാര വ്യക്തികളൊന്നല്ലത്, സംഭവമാണ്. കഴിഞ്ഞ ദിവസം ജെറുസലേം വചനകൂടാരത്തിൽ പറഞ്ഞ പോലെ സംഭവം ഇന്നൊരു സംഭവമാണ് നടക്കുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ഒരു പ്രക്രിയയും സംഭവത്തിൽ നിന്ന് പ്രക്രിയയിലേക്കുള്ള ഒരു പ്രയാണം. ഇവരെന്തൊക്കെയാണ് ഇത് ചെയ്തു കൂട്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത്രമാത്രം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കലാരംഗത്ത്, കായിക രംഗത്ത്, ആത്മീയ രംഗത്ത് എന്ന് വേണ്ട ശുശ്രൂഷ രംഗത്ത് അതിശയങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഇവരുടെ ഉള്ളിൽ ഒരു പവർ, ഒരു അനോയിന്റിംഗ്, ഒരു അഭിഷേകം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ 3 വർഷക്കാലമായി സഹന പൂക്കൾ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയ്ക്ക് രൂപം കൊടുത്തത്. ഒരു കൊച്ചു കാര്യം ഞാൻ ലീനയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ കാര്യം അതുപോലെ ലില്ലിയോട് പറഞ്ഞിട്ടുണ്ട്. ലില്ലിയാണ് ഈ ആശയങ്ങൾ ഉള്ളതെന്നത്. എന്നെ വെറുതെ ഇരുത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം വിളിക്കും, പിന്നെ വീണ്ടും വിളിക്കും, പിന്നെ വീണ്ടും വിളിക്കും. അങ്ങനെ പല പ്രാവശ്യം വിളിച്ചിട്ടാണ് ഒരു കാര്യങ്ങൾക്ക് രൂപം കൊടുക്കുന്നത്. അതെന്താണെന്ന് അവസാനം ഞാൻ പറയുന്നത്. കാരണം വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് സഹനങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുമെന്നും സഹനങ്ങളിലൂടെ അനേകം മക്കളെ കോർത്തിണക്കാൻ സാധിക്കുമെന്നും എന്നെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനാ സമൂഹമാണ് ജെറുസലേം വചനകൂടാരത്തിന്റെ ആരംഭപ്പെട്ട സഹനപ്പൂക്കൾ. ഒന്ന്. രണ്ടാമതായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ മറ്റുള്ളവർക്ക് പ്രകടമാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരാവശ്യം വരുമ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്കായി റിക്വസ്റ്റ് ചെയ്യുന്നത് സഹനപ്പൂക്കളാണ്. അവരെ കുറിച്ച് പറയുന്നത് പ്രയർ ബാങ്ക് എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. ഇന്ന് ധാരാളം ഐ ബാങ്കുകളുണ്ട്, ഇന്ന് ധാരാളം ബ്ലഡ് ബാങ്കുകളുണ്ട്. പക്ഷെ പ്രാർത്ഥനാ ബാങ്കുകൾ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ 100 പേര് ഒരു സ്ഥലത്ത് നിന്ന് അവരവരുടെ മുറിയിലിരുന്ന് ആ കൊച്ചു ബലിപീഠമാകുന്ന അവരുടെ മേശയ്ക്ക് ചുറ്റുമിരുന്ന്
കട്ടിലിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനേകം അത്ഭുതങ്ങൾ ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരെ ഞാൻ സ്നേഹിക്കുന്നത്. ഒന്ന്, നിങ്ങൾ ഈ ലോകത്തിന്റെ പ്രാർത്ഥനാ ബാങ്ക്, ജെറുസലേമിലെ മാത്രം ലോകത്തിന്റെ പ്രാർത്ഥനാ ബാങ്കാണ്. രണ്ട്, അനേക മക്കളെ ദൈവത്തിന്റെ പക്കലേക്ക് ആനയിക്കാൻ കഴിവുള്ള കർത്താവിന്റെ വലിയ സ്നേഹ ഉപകരണങ്ങളാണ്. യേശുവിന്റെ കൈയും കാലൊക്കെ ഇങ്ങനെ കുരിശുമേൽ തറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇവർക്ക് കാലുകളില്ല, കൈകളില്ല, നടക്കാൻ പറ്റുന്നില്ല എന്ന് വരിയിലും ഈ മക്കൾ ചെയ്യുന്ന മഹനീയമായ കാര്യങ്ങളുടെ പിറകിൽ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും നേരത്തെ പൗളി പറഞ്ഞതുപോലെ ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് കൈകളടിച്ച് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുക. ഇവിടെ ദേശത്തെ പ്രസിദ്ധരായിരിക്കുന്ന കായിക താരങ്ങൾ എന്നോട് പറഞ്ഞു, ഞാനാണ് ഡിസ്കസ് ത്രോയിൽ ചാമ്പ്യൻ, ഞാനാണ് ഷോട്ട് പുട്ടിൽ. ഞാൻ ഞെട്ടിപ്പോയി, ദൈവമേ എങ്ങനെ ഈ ലീന ഇത് വലിച്ചെറിയെന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാനാണത്രേ ഈ സ്റ്റേറ്റിലെ അവാർഡ് വിന്നർ. നിൽക്കുന്നു പൗളി, ഈ ലോകത്തിലല്ല കേരളത്തിലെ ഏറ്റവും ജൂനിയർ ആയിരിക്കുന്ന യുവ താരങ്ങളുടെ ഒരു എന്താ പറയാ അതിന് റോൾ മോഡലായിരിക്കുന്ന ഒരു സഹോദരിയാണ് ഈ പൗളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തിരിക്കുന്ന ജോമൻ അച്ഛൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവൾ സാധാരണക്കാരിയല്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ പ്രേരണ നൽകുന്ന ഒരു വ്യക്തിയാണ് മുന്നിൽ ഇരിക്കുന്ന ഈ ലില്ലി എന്ന് പറയുന്നത്. ലില്ലി പറഞ്ഞാൽ അവിടെ കാര്യങ്ങൾക്ക് നടപ്പുണ്ടാകും എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കാൻ അറിയാം, പ്രാർത്ഥിക്കാൻ അറിയാം, സഹകരിപ്പിക്കാൻ അറിയാം. എന്ത് പോരായ്മയുണ്ടെങ്കിലും ആ സമയമാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഭവമല്ല, ഒരു പ്രക്രിയയായിട്ട് അത് മാറും. കാരണം സംഭവം കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇന്നത്തെ സംഭവം കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, പക്ഷേ നമ്മൾ സംഭവം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, തുടരുകയാണ്. അതിനാണ് പ്രക്രിയ എന്ന് പറയുന്നത്. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഓരോ വർഷം വളരണം, ഓരോ കൂട്ടായ്മകൾ വളരണം. അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു മാസ്റ്റർ ബ്രെയിനാണ് ഇന്ന് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ലില്ലി. ഞാൻ ലില്ലി ചേച്ചി എന്നാണ് വിളിക്കുന്നത്. എനിക്ക് എന്താ വിഷമം? പ്രായമുള്ള എനിക്ക് എൻ്റെ ചേച്ചി മരിച്ചുപോയി, എന്റെ സിസ്റ്റർ മാഡി മരിച്ചുപോയി. അപ്പോൾ എനിക്ക് ഒരു ചേച്ചിയെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഞാൻ ചേച്ചി എടുത്തത്. അപ്പൊ എങ്ങനെയുണ്ട്? കയ്യിൽ അടിച്ചു തന്നെ ഓരോരുത്തരും നേരത്തെ അച്ഛൻ പറഞ്ഞില്ല, സഹോദരി എന്ന് പറഞ്ഞു. എന്റെ ചേച്ചിയുടെ ജൂബിലി ആഘോഷിക്കുന്നതിന്റെ 2 മാസം മുമ്പാണ് ചേച്ചി മരിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത് ആഘോഷമാക്കി തീർക്കണമെന്ന്, മനോഹരമാക്കി തീർക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പൂർത്തിയാകാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് സഹനം. അവരിരിക്കുന്നൊക്കെ സഹോദരന്മാരും സഹോദരിമാരൊക്കെയാണ് ഇത് കൈ അനക്കാൻ പറ്റാത്ത. ഡോളിയാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു പെൺകുട്ടി എന്റെ വായിൽ ഭക്ഷണം വെച്ച് തന്നത്. മനസ്സിലായോ? എനിക്ക് അവരെ മറക്കാൻ സാധിക്കുമോ? ഇവിടെ ഇരിക്കുന്ന സനലാണ് ആദ്യമായിട്ട് എന്നെ സകല പൂക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫോണുകൾ വിളിക്കാനായിട്ട് എന്നെ സഹായിച്ചു. എനിക്ക് മറക്കാൻ സാധിക്കുകയോ? ബിന്ദു എന്ന് പറയുന്ന ആ സഹോദരനാണ് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ചിരിയോട് കൂട്ടിട്ട് എന്നെ എനിക്ക് മറക്കാൻ സാധിക്കുകയോ? ഇവരെല്ലാം കൊണ്ട് നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, മാത്യൂസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയായാലും അപ്പനായാലും കുഞ്ഞായാലും കോരിയെടുത്ത് വരുന്ന മാത്യൂസിനെ മറക്കാൻ സാധിക്കുകയോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരാഗ്രഹം കഴിഞ്ഞ വെള്ളിയാഴ്ച അനൗൺസ് ചെയ്തു. സഹന പൂക്കൾക്ക് വേണ്ടി എനിക്കൊരു ഒരു സ്ഥലം തുടങ്ങി മാസത്തിൽ ഒരിക്കൽ കൊണ്ടുവന്നവർക്കൊന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ സൗകര്യപ്പെടാനായിട്ട്. ഞാനങ്ങനെ മാത്യൂസിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാത്യൂസ് പറഞ്ഞു, അത് നമ്മുടെ അപ്പൻ തരുന്നു പറഞ്ഞു. ഏതാണ് അപ്പൻ എന്ന് അറിഞ്ഞുകൂടാ, അപ്പൻ തരുന്നു പറഞ്ഞിട്ട് തന്നു കഴിഞ്ഞാൽ സ്വീകരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവര്, സോളമനച്ചൻ്റെ സൗകാര്യമായിട്ടെന്ന് പറയുകയായിരുന്നു, ഇവിടെയുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ശരിയാക്കും. അച്ഛൻ്റെ സ്വപ്നം നോക്കി സോളമനച്ചന് ഞാനിതൊക്കെ പിടിച്ചത്. കണ്ണു കാണാത്ത ഒരു അച്ഛൻ കളികൾ പരിശീലിപ്പിക്കുന്നു, വീടുകൾ വെച്ചു കൊടുക്കുന്നു, സഹോദരങ്ങളെ കൂട്ടി. എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ അതിനെ പരിഹരിക്കാൻ കർത്താവ് വലിയ ശക്തി ഓരോ ഹൃദയത്തിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വീണ്ടും ഈ പീസ് ഫാമിലേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ക്രിസ്മസിന് മുമ്പായിട്ട് ഇവിടേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെൻ്റെ ഒരു ആഗ്രഹം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ മനസ്സ് പറയിപ്പിച്ചു.
ഞാൻ സിസ്റ്ററിനോട് ചില കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുനർജീവന്റെയും അതുപോലെ തന്നെ ദർശന ക്ലബിന്റെയും സഹനപ്പൂക്കളുടെയും മറ്റു വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന എൻ്റെ സ്വന്തം, ഞാൻ ബലിയർപ്പിക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് സഹനപ്പൂക്കളെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുന്ന സമൂഹത്തിന്റെ വേദനയാണ് എൻ്റെ ബലിയർപ്പണത്തിലൂടെ ഞാൻ സമർപ്പിക്കുന്നത്. ജെറുസലേം കൺവെൻഷൻ നാളുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഒന്ന് കാണാനൊക്കെ ഇടയായിട്ടുണ്ട്. ഞാൻ നീട്ടുന്നില്ല. ഈ മനോഹരമായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ലില്ലിയുടെ 50ാം ജന്മതിരുനാൾ പ്രമാണിച്ച് നമ്മളിവിടെ ഒരുമിച്ച് ചേർത്ത ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ ഈ ഭിന്നശേഷി എന്ന് പറയുന്നില്ല, നമുക്കത് എനിക്കും കുറവുണ്ട്, ഓരോരുത്തരും കുറവുണ്ട്. അങ്ങനെ ഭിന്നശേഷി എന്ന് പറയാനില്ല. യേശുവിൻ്റെ കലാകാരന്മാരോടും കലാകാരികളോടും കായിക താരങ്ങളോടും യേശുവിന്റെ കരങ്ങളായ നിങ്ങളും ഇവിടെ നടത്തുന്ന ഈ മഹനീയമായിരിക്കുന്ന ഈ സമ്മേളനത്തെ ഔദ്യോഗികമായി നിങ്ങളുടെ ഓരോരുത്തരുടെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ലില്ലി ചേച്ചിക്ക് എല്ലാവിധ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു പുഷ്പം താങ്ക് യു പട്ടത്തച്ച. ഇവിടെ ലൈറ്റ് എല്ലാവർക്കും കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ലൈറ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊന്തിച്ചേ. കിട്ടിയവരെല്ലാവരും ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്തൊന്ന് പൊന്തിച്ചു പിടിക്കുക. എല്ലാവരും ലൈറ്റ് കിട്ടിയ എല്ലാവരും തന്നെ ലൈറ്റ് ഓണാക്കി ഒന്ന് ഉയർത്തി പിടിക്കാം. അതുപോലെ തന്നെ സ്വീറ്റ്സ്, കേക്ക് ഇതെല്ലാവർക്കും കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊന്തിച്ചാൽ അതിന്റെ അടുത്തേക്ക് വരുന്നതാണ്. ഇവിടെ ലീന MJ ലിജി PVക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇത് കൊടുക്കുന്ന ആരെങ്കിലും പരിസരത്തുണ്ടെങ്കിൽ ഇവിടേക്ക് അത് കൊണ്ടുവരേണ്ടതാണ്. അടുത്തതായി ആശംസ അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത് എനിക്ക് വളരെ അടുത്ത് അറിയാവുന്നൊരു വ്യക്തി, വരാക്കര ഇടവകയിലെ ആദ്യത്തെ വികാരി. നിങ്ങളിൽ പലരും ആദ്യമായി കാണുന്നതായിരിക്കും. ലില്ലിയുടെ ഇടവക വികാരി റെവറൻഡ് ഫാദർ ജോമോൻ മുരിങ്ങത്തേരി. ഭിന്നശേഷിക്കാരായ പ്രത്യേകിച്ച് അവിവാഹിതരായ മക്കൾക്ക് അവരുടെ അപ്പനും അമ്മയും മരണപ്പെട്ടാൽ അവരുടെ ഏക ആശ്രയം ഇടവക പള്ളിയും കോൺവെന്റുമാണ്. ലില്ലിയെ അവരുടെ ഇടവക എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇടവക പള്ളിയിൽ കുർബാനയ്ക്ക് പോകണമെന്നത് ലില്ലിയുടെ പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. എന്നാൽ സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ ലില്ലിക്ക് അതിന് സാധിച്ചില്ല. ലില്ലി തന്റെ ആവശ്യം അച്ഛനെ അറിയിക്കുകയും അച്ഛൻ അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ തന്റെ പ്രവർത്തന മേഖലയിൽ തന്റെ ഇടവക ജനങ്ങളെല്ലാം തനിക്ക് ഒരുപോലെയാണ്. ആരും വേദനിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും ഭിന്നശേഷിക്കാരായ മക്കൾ. അവരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അച്ഛൻ ശ്രമിച്ചു. അങ്ങനെ ആദ്യമായി ആറ്റത്തറ പള്ളിയിൽ റാമ്പ് വയ്ക്കുവാൻ ഇടയായി.
ഒരു ചടങ്ങിലേക്ക് ഭിന്നശേഷിക്കാരെ ക്ഷണിക്കുന്നത് വളരെ അപൂർവമാണ്. എന്നാൽ തന്റെ ഇടവകയിലെ ഓണാഘോഷത്തിന് വിശിഷ്ട അതിഥിയായി ലില്ലിയെ ക്ഷണിക്കുകയും അതിനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തത് ലില്ലിയുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒന്നാണ്. തന്റെ സേവന മേഖലയിൽ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും അവരോട് കരുണയും കരുതലും അങ്ങയ്ക്ക് ഉണ്ട് എന്നതിന് തെളിവാണ് അങ്ങയുടെ ഈ സാന്നിധ്യം. ജനസേവന ലക്ഷ്യം മുന്നിൽ കൊണ്ട് പ്രവർത്തിക്കുന്ന അച്ഛനെ ലില്ലിയുടെ കുടുംബത്തിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലക്ഷ്യത്തിലേക്ക് വയ്ക്കുന്ന ഓരോ ചുവടിനു മുന്നിലും വ്യക്തമായ രൂപരേഖ ഉണ്ടാക്കിയതിനു ശേഷം മാത്രം പ്രവർത്തന നിരതമാകുക എന്നത് അച്ഛന്റെ സ്വഭാവ സവിശേഷതയാണ്. കനിവിന്റെയും കരുതലിന്റെയും വിളനിലമായ അച്ഛനെ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സ്നേഹമുള്ള ജോൺസൺ അച്ഛ, പട്ടത്തച്ഛൻ, സോമൻ അച്ഛ, പ്രിയമുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഭക്ഷണമേശയുടെ അരികിലിരുന്ന് ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. ബൈബിളിൽ പറഞ്ഞതുപോലെ വയലിലെ ലില്ലികളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവരെ തീറ്റിപ്പോറ്റുന്നു. ഈ ഒരു സെലിബ്രേഷൻ തമ്പുരാന്റെ ഹിതമുള്ള ഇഷ്ടമുള്ള ഒരു വേദിയായി കാണുകയാണ്. ഏറെ ഹൃദയപൂർവ്വം ഇടവകയുടെ പേരിൽ, ഇടവകയിലെ എല്ലാ കുടുംബങ്ങളുടെ പേരിലും, ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ പേരിലും സ്നേഹപൂർവ്വമുള്ള ജന്മദിനാശംസകൾ ലില്ലി ചേച്ചിക്ക് ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു അച്ഛ. അടുത്തതായി നമ്മുടെ സോളമൻ അച്ഛൻ. അച്ഛനെ അറിയാത്തവരായി ഇവിടെ ആരും തന്നെയില്ല. ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി കലാ, കായിക, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന കേരളത്തിലെ മികച്ച സംഘടനയാണ് ദർശന ക്ലബ്ബ്. തന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് തന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ലില്ലിക്ക് ആദ്യമായി ഒരു അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചത് ദർശന ക്ലബിൽ നിന്നാണ്. ദർശന ക്ലബ്ബ് നടത്തുന്ന വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് പലതരത്തിലുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാനും ലില്ലിക്ക് സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമാകുന്ന അന്ധകാരത്തെ നന്മയുടെ പ്രകാശത്താൽ തട്ടിമാറ്റിക്കൊണ്ട് ജീവിതത്തെ സുന്ദരമാക്കുന്ന വ്യക്തി. ജീവിതത്തിന്റെ മഹത്വം മനസ്സിലാക്കി അതിന്റെ നേട്ടങ്ങളിൽ സന്തോഷിക്കാൻ ഓരോ മക്കളെയും തന്റെ ജീവിതം കൊണ്ട് ജീവിച്ച് കാണിച്ചു തരുന്ന സോളമൻ അച്ഛനെ ലില്ലിയുടെ കുടുംബത്തിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. 90% കാഴ്ചശക്തി ഇല്ലാതിരുന്നിട്ടും തന്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സോളമൻ അച്ഛൻ. നാം ഒരിക്കലും നമ്മുടെ നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കരുത്. നഷ്ടപ്പെട്ടതിനേക്കാളും എത്രയോ വലുതാണ് നമ്മുടെ നേട്ടങ്ങൾ എന്ന അച്ഛന്റെ സന്ദേശമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം അച്ഛനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ജോൺസൺ അച്ഛ, ഉദ്ഘാടനം ചെയ്ത പട്ടത്തച്ഛ, ജോമോനച്ച, ഡെലിനച്ച, സിസ്റ്റേഴ്സ്, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണവാട്ടിയായിരിക്കുന്ന നമ്മുടെ ലില്ലി ചേച്ചിയെ പറ്റി ഞാൻ പ്രസംഗത്തിന്റെ ആവശ്യത്തിന് അധികം പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ലില്ലി ചേച്ചിയെ പറ്റി പറയാനായിട്ട് ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. 2017 ദർശന എന്നുള്ള ഒരു സംഭവം നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ അതിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് എല്ലാവരെയും ഏകോപിപ്പിച്ചു പോകുന്ന ഒരു വ്യക്തിത്വമാണ് ലില്ലി ചേച്ചി. ഇന്ന് അതിന്റെ കൺവീനറായിട്ട്, ദർശന കുടുംബത്തിന്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 35-40ഓളം കൊച്ചു യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകളുടെ എല്ലാത്തിനെയും ഏകോപിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ജോസേട്ടനും അതുപോലെ തന്നെ ലില്ലി ചേച്ചി എന്ന് പറയാം.
അപ്പോൾ ലില്ലി ചേച്ചിക്ക് ഇന്ന് ഈ അവസരത്തില് ദർശന കുടുംബാംഗങ്ങളുടെ പേരിൽ എല്ലാവരുടെയും പേരിൽ നിറഞ്ഞ കയ്യടിയോടുകൂടെ നന്ദി പറയുന്നു, മംഗളാശംസകൾ നേരുന്നു, ഹാപ്പി ബർത്ത്ഡേ നേരുന്നു. 2018 ഒരിക്കല് സിസിലി ചേച്ചി, സ്വന്തം ലില്ലി ചേച്ചിയുടെ ചേച്ചി വിളിച്ചുകൊണ്ട് എന്നോട് പറയായിരുന്നു, അച്ഛാ ഇപ്പൊ ലില്ലിക്ക് എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളോട് സംസാരിക്കാൻ സമയമില്ല. അച്ഛൻ വന്നതോടുകൂടി അന്ന് മുതൽ ഈ മൊബൈല് കാലത്ത് എണീറ്റ് വൈകുന്നേരം കിടന്നുറങ്ങുന്നത് വരെ ഈ മൊബൈൽ വിളിച്ചുകൊണ്ടിരിക്കില്ല. പണ്ട് ഈ മൊബൈൽ എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല, വാട്സപ്പ് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല, യൂട്യൂബ് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. ഈ യൂട്യൂബും വാട്സപ്പും മൊബൈലും കിട്ടിയോടുകൂടി അച്ഛാ ഈ മൊബൈൽ താഴെ വെച്ചിട്ടില്ല, പിന്നെ ഞങ്ങളോട് സംസാരിക്കാൻ സമയമില്ല എന്ന് പറയണേ. ഇന്നിപ്പോ പട്ടത്തച്ഛൻ നേരത്തെ പറഞ്ഞു, എല്ലായ്പ്പോഴും ഒക്യുപ്പൈഡ് ആയിരിക്കുന്ന ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ദർശന കുടുംബാംഗങ്ങൾ ആരെന്ന് ചോദിച്ചാൽ അത് ലില്ലിയാണ്. കാരണം അത്രമാത്രം എല്ലാവരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കാനായിട്ട് ഫോണിൽ കൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പൊ ഫോൺ എടുത്തില്ലെങ്കിൽ അപ്പോഴൊരു മെസ്സേജ് വിടും, മെസ്സേജ് എടുത്തില്ലെങ്കിൽ അപ്പോൾ ഫോൺ വിളിച്ചിട്ടല്ലേ നിർബന്ധപൂർവ്വം അപ്പുറത്തെ ആൾക്കാരൊക്കെ വിളിച്ച് എല്ലാവരും വിളിച്ച് അല്ലെങ്കിൽ ഒരു മിസ്ഡ് കോൾ വിട്ടിട്ടെങ്കിലും അത് ഓർമ്മിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വമാണ് ലില്ലി ചേച്ചി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കും, ദൈവമേ ഒരു ഇറിറ്റേഷൻ ആയല്ലോ, പക്ഷെ എല്ലാവരെയും ഒന്നിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഏക വ്യക്തി ലില്ലി ചേച്ചിയാണ്. മറ്റുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ കുറെയൊക്കെ ഒന്ന് എന്താ ലിഷറായിട്ട് അല്ലെങ്കിൽ ഒരു മടിച്ചുകളായിട്ടും പലപ്പോഴൊക്കെ ജീവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ലില്ലി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു മടിയില്ല, രോഗാവസ്ഥയിൽ പോലും മടിയില്ലാതെ ഇങ്ങനെ എല്ലാവരെയും ഒന്ന് ഒന്നിപ്പിക്കാനായിട്ട്, സ്നേഹിക്കാനായിട്ട്, ഫോൺ വിളിച്ച് ആ ബന്ധങ്ങളൊന്ന് പുതുക്കാനായിട്ട്, ഉത്തരവാദിത്തങ്ങൾ ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ടൊക്കെ പരിശ്രമിക്കുന്ന വ്യക്തിയാണ് ലില്ലി ചേച്ചി എന്നുള്ളത്. അപ്പോ ഇന്നും എന്നും പ്രവർത്തിക്കാനായിട്ട് ആരോഗ്യവും മനസ്സും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ബർത്ത്ഡേയുടെ മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ട്, പ്രത്യേകിച്ച് ലില്ലി ചേച്ചി നേർന്നുകൊണ്ട്, എല്ലാവരുടെയും ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരുടെയും ബർത്ത്ഡേ ആണെന്ന് വിഷയം പറഞ്ഞിരുന്നത്. ഇവിടെ കൂടുതൽ ലില്ലി ചേച്ചിയുടെ ബർത്ത്ഡേ എല്ലാവരുടെയും ബർത്ത്ഡേ ആണ്. അപ്പൊ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഗൂഗിൾ മീറ്റ് വഴി പരിചയപ്പെടുകയും എപ്പോഴും ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഫാദർ ഡെറിൻ അരുമ്പൂർ, പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ കൊച്ചച്ഛൻ. ഭിന്നശേഷിക്കാരെ ഇഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ കൊച്ചച്ഛൻ. അച്ഛനെ ലില്ലിയുടെ കുടുംബത്തിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എതിർപ്പുകൾ ഉയരുമ്പോഴും നിരാശ തോന്നുമ്പോഴും എരിഞ്ഞടങ്ങാനോ തലകുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്ന അച്ഛനെ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോയിൽ എത്രയും സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റർ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ മാതാപിതാക്കളെ, ഇന്നത്തെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായ ലില്ലി ചേച്ചി, എന്നെ പരിചയപ്പെടുത്താനായിട്ട് പറഞ്ഞതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിലൂടെയുള്ള പരിചയമാണ് ലില്ലി ചേച്ചി ഞാൻ നമ്മൾ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ. എൻ്റെ ആൻറ്റിയുടെ മകൻ നടക്കില്ല, എൻ്റെ പ്രായം തന്നെ 30 വയസ്സായി. അവനും ഈ ദർശന ക്ലബിലെ അംഗം കൂടിയാണ്. അപ്പോൾ അവരിലൂടെയാണ് ഞാൻ ഈ ദർശന ക്ലബിൻ്റെ എല്ലാ ശനിയാഴ്ചകളിലും നടത്തുന്ന ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരു 1-2 തവണ ഞാനും അതിൽ മുഖ്യാതിഥിയായിട്ട് വന്നിട്ടൊക്കെയുണ്ട് അവരോട് സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയാണ് അതിനുശേഷമാണ് ലില്ലി ചേച്ചി എനിക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ചെയ്തു അച്ഛനെ പരിചയപ്പെടാനൊക്കെ ആയിട്ട്. അങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബർത്ത്ഡേയുടെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറഞ്ഞ് ഒരു 2-3 മാസം മുമ്പ് തന്നെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യാനൊക്കെ പറഞ്ഞ് അന്ന് തന്നെ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിച്ചിരുന്നു, ഇത് വരുന്ന ദിവസമാണ് നമ്മുടെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കഴിഞ്ഞ 2-3 ദിവസവും ഇങ്ങനെ ഓരോ വോയിസ് മെസ്സേജുകളും അച്ഛന്മാരെയും സമ്മാനമൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ലില്ലി ചേച്ചിക്ക് ഇന്നേ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടു കൂടി നേരുകയാണ്. എല്ലാ അച്ഛന്മാരും പറഞ്ഞതുപോലെ തന്നെ ഒന്നിലും ആ കുറവൊന്നും പരിഗണിക്കാതെ ആ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന ഒത്തിരിയേറെ നല്ല വ്യക്തിത്വങ്ങളാണ് ഇന്ന് ലില്ലി ചേച്ചിയുടെ ഈ ജന്മദിനത്തിൽ ആശംസ അർപ്പിക്കാനും ഇന്നത്തെ ഈ പരിപാടി മനോഹരാക്കാനും എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നേ ദിനത്തിൻ്റെ മംഗളങ്ങളെ ഏറെ സ്നേഹത്തോടുകൂടി നൽകുന്നു. ഇനിയും ഒത്തിരിയേറെ പ്രവർത്തനങ്ങളിലൂടെ
നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റിക്കൊണ്ട് ഇനിയും ഈ സമൂഹത്തിൽ ഒത്തിരിയേറെ നന്മ പ്രവർത്തികൾ ചെയ്യാനായിട്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് വീണ്ടും ചിന്തിക്കണം. നമ്മുടെ ആന്റിയുടെ മകൻ അധികം സംസാരിക്കും എന്നോടൊക്കെയും സംസാരിക്കും. പക്ഷെ അവന് കൂടുതലും സംസാരിക്കും സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കും. കാരണം എല്ലാ സിനിമകളും ഉറങ്ങാതെ കാണും. അമ്മോട് പറഞ്ഞിട്ടായാലും നിർബന്ധമാണ്. ഇപ്പം ഞങ്ങളായാലും ഇപ്പോൾ എൻ്റെ അച്ഛനും വേണം, എൻ്റെ ആന്റിയുടെ മകൻ അച്ഛൻ്റെ വീടാണ് എൻ്റെ വീടാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അവൻ വെക്കേഷനൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ സിനിമയെ കുറിച്ച് അവന് നന്നായിട്ട് പറയാനായിട്ട് സാധിക്കും. പക്ഷെ ഇപ്പോൾ അവൻ ദർശന ക്ലബ്ബിൽ ചേർന്നതിന് ശേഷം അവന് ഒത്തിരിയേറെ മാറ്റം വന്നു. ആന്റി പറഞ്ഞപ്പോൾ സോളമേച്ചൻ പറഞ്ഞു ഒത്തിരിയേറെ കഴിവുണ്ട് ജിഫിൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ഓരോ വ്യക്തികളെ കുറിച്ചുള്ള ഓരോ പ്രോഗ്രാമുകൾ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഈ അടുത്ത് അവൻ്റെ നാടിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം പോലെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരിയേറെ മാറ്റങ്ങൾ അവൻ്റെ ആൻറ്റിക്ക് അവന് മനസ്സിലാക്കാൻ ഈ ഒരു ക്ലബിൽ ചേർന്നപ്പോൾ തന്നെ അവൻ ഒത്തിരിയേറെ മാറി. ഒത്തിരിയേറെ യാത്രകൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവന് ഇലക്ട്രിക്കിൻ്റെ വീൽചെയർ കെട്ടി ഇരിഞ്ഞാലക്കുടയാണ് വീട്. കൂടമാണിക്യ ക്ഷേത്രം വരെ ഒരു 10 കിലോമീറ്ററോളം അവൻ ഒറ്റയ്ക്ക് ഈ വീൽചെയറും അവൻ വൈകിട്ട് യാത്ര ചെയ്തു. ഇപ്പോൾ ബാറ്ററി മാറ്റി വെച്ചു. ബാറ്ററി പോകാൻ ബാറ്ററി കൊണ്ടു മാറ്റി വെച്ചു. അങ്ങനെ അവൻ ഇപ്പോൾ ദിവസവും കുർബാനയ്ക്ക് പോയി തുടങ്ങി. പള്ളിയിൽ കുർബാനയ്ക്ക് പോയി തുടങ്ങി. അവൻ കുർബാനയ്ക്ക് പോകാൻ കണ്ടപ്പോൾ അവന് കയറാനായിട്ട് ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അച്ഛനും അവിടെ ഒരു റാമ്പ് പണിതു. ഇരിഞ്ഞാലക്കുട അവിടെ അച്ഛനും റാമ്പ് പണിതിട്ടു. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഈ ദർശന ക്ലബിലൂടെ ഇതിനെ ചുക്കാൻ പിടിക്കുന്ന സോളമനച്ചൻ ഇതിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരിയേറെ വളർച്ചയ്ക്ക് ഇത് കാരണമായി തീരുന്നത്. നമ്മുടെ എല്ലാ നല്ല പ്രവൃത്തികൾക്കും ദൈവം സ്വന്തമായിട്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ ആശംസിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛ. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മളെല്ലാം പപ്പ എന്ന് വിളിക്കപ്പെടുന്ന നമുക്കേവർക്കും വളരെ പരിചിതനായ വ്യക്തിയാണ്. ഭരത പവിത്രാത്മ ശാന്തിയാശ്രമത്തിന്റെയും ഒല്ലൂര് പുനർജീവൻ തറവാടിന്റെയും ഡയറക്ടറായ ബ്രദർ മാത്യു ചുങ്കത്ത്. ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് തന്നെ നമുക്ക് പപ്പയെ വിശേഷിപ്പിക്കാം. ഒരിക്കൽ ഒല്ലൂർ പുനർജീവനിൽ ഒരു ഫംഗ്ഷൻ തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് ലില്ലിയെ ക്ഷണിക്കുകയും അതിനുള്ള അവസരം ഒരുക്കുകയും ചെയ്തിട്ടുള്ളത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. വലിയ സങ്കടങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മരവിച്ച മനസ്സുമായി വീടുകളിലും വഴിയോരങ്ങളിലും കഴിയുന്ന ആരോരുമില്ലാത്ത മക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ മുറിവുകളിൽ മരുന്നും തൈലവും വെച്ച് കെട്ടുകയും അവർക്ക് മാനസിക പിന്തുണ നൽകുകയും ചെയ്യുന്ന പപ്പയെ ഈ വേദിയിലേക്ക് ലില്ലിയുടെ കുടുംബത്തിന്റെ പേരിലും ഞങ്ങൾ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ജീവിത സന്ദേശത്തിൽ പ്രചോദിതരായി ജീവിത പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ സ്വയം പഠിച്ച അങ്ങയെ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സുദീനത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ എന്നെ വിളിക്കുന്ന എൻ്റെ മോളെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരിലും ഉപരി ഞാൻ ലില്ലിയെ കാണുന്നത് ഇവിടെ ഔസപിതാവിനെ ഞങ്ങൾ ഓർക്കാം. ഔസപിതാവ് ഇങ്ങനെ വിവാഹത്തിൻ്റെ ഒരു ബന്ധമേഖലയിൽ ഒരു ഉണക്കക്കമ്പം പിടിച്ച് ചെന്നിരുന്നതാണ്. എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട്. അതൊക്കെ പൂവായി വിരിയുന്നത് ലില്ലിയെ പോലെയുള്ള ഈ മക്കളുടെ ഹൃദയം നിറഞ്ഞ തങ്ങളുടെ സഹനത്തെക്കാളുപരി മറ്റുള്ളവരുടെ സന്തോഷത്തിലേക്ക് മറ്റുള്ളവരുടെ സ്നേഹത്തിലേക്ക് അത് വിരിയുമ്പോഴാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ ലില്ലിയുടെ കയ്യിലിരുന്ന ജീവിത സാഹചര്യത്തെ ലില്ലി പൂവായി വിരിഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും വലിയ സൗഹൃദത്തിലേക്ക് എത്തിയത്. അതുപോലെ പിതാവ് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഉണ്ണിയേശുകളെയാണ് ഇവിടെ നിറയെ കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ പുൽക്കൂട്ടിലെ ആ ഉണ്ണി ആ പരിതാപകരമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ ആ കിടക്കുന്ന സഹനത്തിലും പുഞ്ചിരി തൂക്കിക്കൊണ്ടപ്പോൾ അവിടെ കടന്നു വന്ന രാജാക്കന്മാരും ആട്ടിടയന്മാരും അനുഗ്രഹമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ പോയത്. എന്നതുപോലെ ഈ സഹനത്തെയെല്ലാം സഹനപ്പൂക്കളായി അനുഗ്രഹമായി കണ്ടിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഇത്രയും വലിയൊരു ജന്മദിനം ഗോൾഡൻ ബമ്പർ എൻ്റെ മോളോട് അടിച്ചിരിക്കുന്നത്.
യഥാർത്ഥത്തിൽ അപൂർവമൊക്കെ തന്നെയാണ് ഇവരെ ബന്ധപ്പെടാനൊക്കെ പറ്റുള്ളൂ. എന്നാൽ അവളുടെ പപ്പ എന്നുള്ളൊരു വിളി, അവളുടെ ചേച്ചി ആയാലും പോലെ തന്നെ പപ്പ എന്ന് വിളിക്കുമ്പോൾ ഈ യാത്രകൾക്ക് എനിക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ ഈ സഹനത്തിലെ പുഞ്ചിരി, നിങ്ങളുടെ ഈ സഹകരണത്തിലെ തീക്ഷ്ണത ഇന്ന് ലോകത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്നെ പറഞ്ഞുകൊണ്ട് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ടും ഇതിനെ ചേർന്നിരിക്കുന്ന പട്ടത്തച്ഛനും ഇവിടെ ടോണിപ്പിതാവും വൈദികനും സമർപ്പിതനും ഇങ്ങനെ സദസ്സ് നടന്നു നിൽക്കുന്ന ഒരു ജന്മദിനം വേറെ കണ്ടിട്ടുണ്ടാവില്ല. അതിൽ നമുക്ക് അഭിമാനിക്കാം. അതിന് എല്ലാവർക്കും ചെയ്തു കൊടുത്ത ഞങ്ങളുടെ ജോൺസൺ അച്ഛന് ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി പ്രകടിപ്പിക്കുക. ഇത് ഈ ലോകത്തിൻ്റെ ഈ സാന്നിധ്യം, ഈ ലോകത്തിൻ്റെ ആവശ്യകതയെ സമൂഹത്തിലെ ഇന്ന് ഉറങ്ങിക്കിടക്കുന്ന ആരോഗ്യമുള്ളവരും സമ്പന്നരും പോലും ഈ സന്തോഷം കിട്ടുന്നില്ല. അതിന് നിങ്ങളെയാണ് പട്ടത്തച്ഛൻ സഹനപൂക്കളിലൂടെ അപ്പോസ്തലന്മാരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒത്തിരി നന്ദിയോടെ ഈ സമയം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിന് നന്ദിയോടെ പറയുന്നു. ഓക്കെ, താങ്ക് യു പപ്പ. അടുത്തതായി സ്വാഗതം പറയാനുള്ളത് സിസ്റ്റർ ആലീസ് പഴയ വീട്ടിൽ SNDS. ഈ സ്ഥാപനത്തിന്റെ തന്നെ നെടുന്തൂണായി നിന്നുകൊണ്ട് എല്ലാ മക്കളെയും സ്വന്തമെന്ന് കരുതി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിത്വത്തിന് ഉടമ. ഈ സ്ഥാപനത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് തെറ്റുകൾ തിരുത്തി ശാസനകൾ നൽകുകയും നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അമ്മ. ഓരോ ദിവസത്തെയും ലില്ലിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വകയായിട്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ട് ഒരു സ്നേഹോപകാരം കൊടുക്കാൻ കേട്ടോ. സ്നേഹത്തോടെ ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. ആശംസഗാനം മോദരാഗം മൂളാം. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം നീട്ടി ഹൃത്തിൽ. പിരിയാത്ത ഓർമ്മകൾ, പൊഴിയാത്ത നന്മകൾ, മൃദുമന്ത്രണം നീട്ടി ഹൃത്തിൽ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം ആശംസകൾ. ഒരുപാടു നന്മകളേകി അതിലേറെ സ്നേഹവുമായി ഇനിയുള്ള നാളുകളെന്നും അനുഗ്രഹപൂമഴ കാണും. നന്ദിതൻ മറുമലരേകാൻ പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ. നന്ദിതൻ മറുമലരേകാൻ പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ. സസരി സരി സരി മബരി സരി 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 നിനി പാമ മമ പാപ നിത മരി സനി സനി സാ ലല ലാല ലല ലാല ലല 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 ലാ ലല ലാല ലല ലാല ലല 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 ലാ. ആശംസഗാനം പാടാം, ആമോദരാഗം മൂളാം. ഞങ്ങൾ പാടാം മംഗളങ്ങൾ, ഒന്നായി നേരാം
ആശംസകൾ. താങ്ക് യു. ഒരു ബോധ്യം തന്നത് ലില്ലി ചേച്ചിയാണ്. സന്തോഷകരമായ ഒരു ആശയമാണ് ലില്ലി ചേച്ചി ഇപ്പോൾ ഇവിടെ കൊണ്ടാടുന്നത്. ലില്ലി ചേച്ചിയെ പരിചയപ്പെട്ട നാൾ മുതൽ എല്ലാ കാര്യത്തിലും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഊർജമാണ് ഞങ്ങളുടെ ലില്ലി ചേച്ചി. എസ് ലോഡ് എന്ന ധ്യാനത്തിൽ വെച്ചാണ് ലില്ലി ചേച്ചിയെ പരിചയപ്പെടുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഉത്തരവാദിത്തോടു കൂടി ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ ഏറ്റെടുക്കുന്ന ഏത് കാര്യവും വളരെ ഭംഗിയായിട്ടാണ് ലില്ലി ചേച്ചി നിർവഹിക്കുന്നത്. അതെല്ലാം വളരെ പ്രശംസനീയമാണ്. എന്നാൽ ഏറ്റവും അധികം ലില്ലി ചേച്ചിയുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് ഈ അവസരത്തിൽ ദൈവത്തോട് നന്ദി പറയുന്നു. ലില്ലി ചേച്ചിയുടെ ഈ ഒരു ആഗ്രഹത്തെ അവർ എത്രമാത്രമാണ് ഹൃദയത്തോട് ചേർത്തത്. വളരെ ഭംഗിയായും ആഘോഷപൂർവമായും അത് നടത്തുവാൻ അവർ മുൻപന്തിയിൽ നിൽക്കുന്നത് അഭിനന്ദനം തന്നെ. നല്ലൊരു കയ്യടി ഈ അവസരത്തിൽ ലില്ലി ചേച്ചിയുടെ വീട്ടുകാർക്ക്. ഭിന്നശേഷിക്കാരും ഏകസ്ഥരുമായ മക്കൾക്ക് നടത്തുവാൻ പരിപാടികളൊന്നുമില്ല എന്ന് ആരും ഇനി വിഷമിക്കേണ്ട. ഇതാ അതിനെ നമുക്കൊക്കെ ഒരു തെളിവായിട്ട് തന്റെ 50ാം ജന്മദിനം ആഘോഷപൂർവ്വം കൊണ്ടാടിക്കൊണ്ട് ലില്ലി ചേച്ചി നമുക്കൊരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. അതിന് പൊന്നാട അല്ലാതെ വേറെ എന്താണ് നൽകുക? അതുകൊണ്ട് സ്നേഹവും സന്തോഷവും നിറഞ്ഞ മനസ്സോടെ ഈ ഒരു ആഘോഷത്തിലേക്ക് ഞങ്ങളെയും പങ്കുകാരാക്കിയതിന് ഒത്തിരിയേറെ നന്ദിയോടുകൂടി ഞങ്ങൾ ഈ പൊന്നാട ലില്ലി ചേച്ചി അണിയിക്കുന്നു. അതോടൊപ്പം ദീർഘായുസ്സ ആരോഗ്യവും ഇനിയും ഒത്തിരി നന്മകൾ ചെയ്യാൻ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ജന്മദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ബിന്ദു. അടുത്തതായി ഇവിടെ ആശംസ അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള സൗമ്യ പ്രിൻസ് ആണ്. തന്റെ വൈകല്യം ഒന്നിനും ഒരു പ്രതിബന്ധമല്ല എന്ന് ജീവിച്ച് തെളിയിച്ച 4 മക്കളുടെ അമ്മ. സൗമ്യയുടെ ജീവിതത്തിൽ സഹനങ്ങളെ ദൈവം നിറവുകളാക്കി മാറ്റുകയായിരുന്നു. എന്തിനും ഏതിനും താങ്ങും തണലുമായി നിൽക്കുന്ന ഭർത്താവ്. പ്രിൻസിന്റെ കരുതലും സ്നേഹവും എത്ര വലുതാണെന്ന് സൗമ്യയുടെ മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ജീവിതത്തിൽ എന്നും എവിടെയും ഉന്നതമായ പ്രതീക്ഷകൾ ഉയർത്തിപ്പിടിക്കുന്ന സൗമ്യയെ ലില്ലിയുടെ കുടുംബത്തിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അനുദിനം തന്റെ മുൻപിലെത്തുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയുന്ന സൗമ്യയെ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ലില്ലി ചേച്ചിയെ ഞാൻ പരിചയപ്പെടുന്നത് 2017 ചേച്ചിയെ ഞാൻ പരിചയപ്പെടുന്നത് 2017 ദർശന ക്ലബിലേക്ക് വരുമ്പോഴാണ്. ഞാൻ ദർശന ക്ലബിൽ കയറുമ്പോൾ അന്ന് ദർശന ക്ലബിലൊരു ഓണത്തിന്റെ ഓഗസ്റ്റ് 15 ഒരു പ്രസംഗ മത്സരം നടക്കുകയാണ്. അപ്പൊ ലില്ലി ചേച്ചി എന്നോട് വിളിച്ചു. ആദ്യമായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ ലില്ലി ചേച്ചി പറഞ്ഞു ഞാൻ പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ 1ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ജയിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ പങ്കെടുക്കുക അത്രയും. പിന്നെ ലില്ലി ചേച്ചി എന്നോട് പങ്കുവെച്ചൊരു കാര്യമുണ്ട്. ലില്ലി ചേച്ചിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ആര് പൊന്തിച്ചാലും പൊന്താനും പാടില്ല, ആര് താഴ്ത്തിയാലും താഴാനും പാടില്ല. നമുക്ക് നമ്മുടേതായ ഒരു ജീവിതമുണ്ട്, നമ്മുടേതായ ഒരു കാഴ്ചപ്പാട് വേണം. ഞാനിപ്പോ ദർശന ക്ലബിന്റെ പരിപാടിക്ക് വരുമ്പോഴും അതുപോലെ പട്ടപ്പസിന്റെ അവിടെ സഹനക്കൂട്ടുള്ള പരിപാടിക്ക് വരുമ്പോഴും ലില്ലി ചേച്ചിയുടെ കൂടെ സഹായത്തിന് ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ നോക്കുമ്പോ ലില്ലി ചേച്ചിക്ക് സഹായമായിട്ട് വന്നിട്ട് അവരിങ്ങനെ പാറി നടക്കുകയാണ്. അപ്പൊ ലില്ലി ചേച്ചിയുടെ അമ്മ അവരെ പഠിപ്പിച്ച ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ലില്ലി ചേച്ചിയുടെ ഫാമിലി ഏറ്റവും മനോഹരമായിട്ട് ലില്ലി ചേച്ചിയോടൊപ്പം നിൽക്കുകയാണ്. അതുപോലെ തന്നെ ലില്ലി ചേച്ചി ഞാൻ 2 വർഷമായിട്ട് ക്രിസ്മസിന് വിളിക്കുമ്പോൾ ലില്ലി ചേച്ചി പറയും ഞാൻ പീസ് ഫോമിലാണ്. ലില്ലി ചേച്ചി പറഞ്ഞു, ലില്ലി ചേച്ചി എന്തിനാ ലില്ലി ചേച്ചി അവിടെ പോയി നിൽക്കണം, ലില്ലി ചേച്ചിക്ക് വീട്ടിലൂടെ. അപ്പൊ ലില്ലി ചേച്ചി പറയും എന്താണ് നീ അങ്ങനെ പറയണേ, നമ്മളെ പോലെയുള്ള ആൾക്കാർ
എല്ലാവരും കൂടെ നിൽക്കുമ്പോ എന്താ സന്തോഷം എന്നറിയോ? എന്റെ സിസിലി ചേച്ചിക്കും സിസിലിക്കും ഇതുപോലൊരു വിഷമം ഉണ്ടായിരുന്നു. 1 വർഷം മുന്നേ സിസിലി ചേച്ചി എന്നെ ഇവിടെ കാണാൻ വന്നിട്ട് കരഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് സിസിലി ചേച്ചി അല്ല, പീസ് ഹോമിന്റെ മണി ചേച്ചി ഇവിടെ ലില്ലി ചേച്ചിയോട് കരഞ്ഞു പോയ മണി ചേച്ചിയെ കാണാത്ത ഒരു ദിവസം പോലും ഈ പീസ് ഹോമിന്റെ മക്കൾക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. ആ ചേച്ചി ഇന്ന് ഇവിടുത്തെ ഓരോ മക്കളുടെ അമ്മയാണ്. അപ്പോൾ ലില്ലി ചേച്ചിയുടെ ഫാമിലി, ലില്ലി ചേച്ചി കൊടുക്കുന്ന സപ്പോർട്ട് അത്ര വലുതാണ്. ഇനിയും ഒത്തിരി നന്മകൾ ചെയ്തുകൊണ്ട് പിന്നെ ഓരോ ഹോട്ടലുകളിലും അതുപോലെ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇങ്ങനൊരു ജന്മദിനം നടത്തുക. പക്ഷെ ലില്ലി ചേച്ചിയുടെ ആശയം നമ്മളെ പോലെയുള്ളവരെ സ്നേഹിക്കാം, അവരോട് കൂടെ ആയിരിക്കാം. ഇത് ഏറ്റവും മനോഹരമായ ഒരു ആശയമാണ്. കാലങ്ങൾക്ക് മുൻപ് ഞാൻ ഹോം ഓഫ് ഫെയ്ത്ത് എന്നൊരു സ്ഥാപനത്തിൽ നിന്നിരുന്നു കാക്കനാട്. അതാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഇനിയും ഒത്തിരി ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ നല്ല തമ്പുരാൻ ലില്ലി ചേച്ചിയെ അനുഗ്രഹിക്കട്ടെ. നന്മകൾ ചെയ്തുകൊണ്ട്, ഇതുപോലെയുള്ള നന്മകൾ ചെയ്തുകൊണ്ട് ഒത്തിരി ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സൗമ്യ. അടുത്തതായി സ്വാഗതം പറയാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ജോയ്സ് ടീച്ചർ. ലില്ലിയുടെ ബന്ധുവും ഒരേ നാട്ടുകാരിയും ഇടവകക്കാരിയുമാണ്. ലില്ലിയുമായി വളരെയധികം സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി. തന്റെ ഇഷ്ടവിനോദമായ കഥകൾ പറയാനും കേൾക്കാനും താല്പര്യപ്പെടുകയും പ്രത്യേകിച്ച് കുട്ടികളിൽ കാലം നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കാമെന്ന് തന്റെ കഥകളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ടീച്ചറെ ഞങ്ങൾ ലില്ലിയുടെ കുടുംബത്തിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റെഡി കേട്ടോ, ഇവിടെ നോക്കിയേ, എല്ലാവരും ഇവിടെ നോക്കിയോ. റെഡി പോലെ കാണിക്കുക, ഇവിടെ നോക്കിയേ. റെഡി തന്റെ അനുഭവം കഥകളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അവരെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ടീച്ചറെ 2 വാക്ക് പറയുന്നതിനായി ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യമായി തന്നെ എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലില്ലിക്കുട്ടിക്ക് ജന്മദിനത്തിന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ലില്ലി എന്നോട് പറഞ്ഞു, ബന്ധുമിത്ര ആയിട്ടാണ് ചേച്ചി സംസാരിക്കുന്നത്. അപ്പൊ എന്താണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്? എൻ്റെ വല്യമ്മയുടെ അനിയത്തിയുടെ മോളാണ് ലില്ലി. അപ്പൊ വളരെ ചെറുപ്പത്തിലെ തന്നെ ലില്ലിനെ കാണാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നടക്കാത്ത ലില്ലിനെ, നടക്കുന്ന ലില്ലിനെ ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ എനിക്ക് ചെറുപ്പത്തിലെ ഈ മോളെ കാണുമ്പോൾ, ഇങ്ങനെ നടക്കാതെ കാണുന്ന ഒരു സമയത്ത് വല്യപ്പൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ വലിയ അവിടെ ഉണ്ടാവും. ആ സമയത്ത് സങ്കടം തോന്നാറുണ്ട്, സഹതാപം. അയ്യോ പാവം, ഈ ഉണ്ണിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്
നമുക്ക് തോന്നാറുണ്ട്. അതങ്ങനെ കഴിഞ്ഞു. കാലം കുറെ കഴിഞ്ഞപ്പോൾ എന്നെ ചെയ്ത് കൊണ്ടുവന്നത് ഈ ലില്ലിയുടെ നാട്ടിലേക്കാണ്, ആലത്തറയിലേക്ക്. അവിടെ ചെന്നപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ പോകും, ഇളയമേനി ഇളയവരൊക്കെ കാണാൻ പോകുമ്പോൾ ഈ മുട്ടിപ്പലയുമ്പോൾ നിരങ്ങി നടന്നിട്ട് ഓരോ ജോലികൾ ചെയ്യുമ്പോൾ വളരെ കൗതുകത്തോടുകൂടി ഞാനതെല്ലാം നോക്കി കാണാറുണ്ട്. അപ്പോഴൊന്നും ഒരു സുഹൃത്തുബന്ധത്തിലേക്ക് ഞങ്ങളുടെ ബന്ധം വളർന്നിട്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് കാലം കടന്നുപോയി. എന്റെ ഭർത്താവ് മരിച്ച അവസരത്തിൽ ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങളിലെ സൗഹൃദം വളർന്നു വന്നത്. എനിക്ക് ഈ വീടിനെ പറ്റിയിട്ട് വളരെ അഭിമാനപൂർവ്വം പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാല് വളരെ നല്ല ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് ലില്ലി വളർന്നു വന്നിരിക്കുന്നത്. അതിന്റെ നിറവാണ് അവളെ കാണുന്ന എല്ലാ നന്മകളും. മാതാപിതാക്കന്മാരുടെ മരണശേഷവും അവളെ സംരക്ഷിക്കുന്നതിൽ അവളുടെ ആങ്ങളമാരും നാത്തൂമാരൊക്കെ അതീവ തൽപരരാണ്. അതുപോലെ തന്നെ ചേച്ചിമാരും. അങ്ങനെയുള്ള ഒരു കുടുംബം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. ഈ ഇരിക്കുന്ന വ്യക്തി 16 പേരക്കുട്ടികളുടെയും 24 അതിന് അപ്പുറത്തല്ല അമ്മൂമ്മയാണ്. 24 കുട്ടികളുടെ അമ്മൂമ്മയാണ് ഈ വേദിയിൽ ഇരിക്കുന്ന 50-ാം വയസ്സുകാരെ. അപ്പൊ അവരുടെ ആ കുടുംബത്തിന്റെ ബന്ധം എത്ര ദൃഢമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്രയും സ്നേഹമുള്ള, നമ്മൾ പറയില്ലേ ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്നു. അപ്പൊ എന്തൊക്കെ ഗുണങ്ങൾ ലില്ലിയിലുണ്ടോ അതെല്ലാം ആ വലിയ കുടുംബത്തിന്റെ ഗുണങ്ങളാണ്. അവർക്ക് വലിയൊരു കയ്യടി നമ്മളെല്ലാവരും കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അപ്പച്ചന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഇപ്പൊ ഈ പീസ് ഹോമിന് രജിസ്റ്റർ ചെയ്തിട്ടും 6 വർഷം കഴിഞ്ഞു അമ്മ മരിച്ചിട്ട്, എന്നിട്ടും ഇവിടേക്ക് വരാതെ അവിടെ നിൽക്കുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അത് ശരിക്കും അവരുടെ സ്നേഹബന്ധം തന്നെയാണ്. അതെന്നും നിലനിൽക്കട്ടെ. ഇനി നമ്മുടെ പ്രവൃത്തി പദത്തിലെ ഇപ്പോ ലില്ലിയെ പറ്റിയിട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏറെ മനസ്സിലായി കാണും അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള അപൂർവ വ്യക്തിത്വമാണ് ലില്ലി. അവൾക്ക് ഈ ഇതിനൊക്കെ പ്രചോദനമായിട്ടൊരു സാരഥി കൂടെയുണ്ട്, സിസിലി എന്നൊരു സാരഥി. പറയാതിരിക്കാൻ പറ്റില്ല. സിസിലിയുടെ ഒരു കൈത്താണ്. എത്ര ചീത്ത കേട്ടാലും അവള് പിന്നാലെ പോവില്ല. സ്വന്തം കുഞ്ഞനീത്തിന്റെ പിന്നാലെ എല്ലാം പറഞ്ഞതനുസരിച്ച് ഒരു ചെറിയ കുട്ടിയുടെ പോലെ അവൾ അങ്ങനെ നടക്കും. അങ്ങനെ ഉള്ള ഒരു ശക്തമായ ഒരു കൈത്താങ്ങെടുത്തുകൊണ്ടാണ്. അത് മാത്രമല്ല അവളുടെ ഉള്ളിലെ ഇച്ഛാശക്തി, ദൈവാശ്രയ ബോധം ഒക്കെ അവളെ നല്ല നിലയിലെ എത്തിക്കുന്നു. ഓരോ പ്രവർത്തനങ്ങളിലും മികച്ച പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് ചെയ്യാൻ കഴിയും. കൃത്യമായ പ്ലാനിങ്ങും നല്ല നിശ്ചയദാർഢ്യവും നല്ല കഠിനമായ അധ്വാനവും. എല്ലാവരും പറഞ്ഞല്ലോ, എല്ലാവരെയും ഏകോപിപ്പിക്കാനുള്ള പ്രത്യേക കഴിവ്. ശക്തിയായിട്ടൊക്കെ നമുക്ക് തോന്നി. എനിക്ക് 52-ൽ അവസാനിക്കുന്ന നമ്പർ കാണുമ്പോൾ ചിലപ്പോൾ ഫോൺ എടുക്കണ്ടെന്ന് തോന്നാറുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാവുന്നവരെ കഴിയുന്നവരെ നിരന്തരം നമ്മളതിനെ ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ അത് വിജയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ലില്ലിയുടെ രീതി. അപ്പൊ ഇത്രയും നല്ല ഒരു വ്യക്തിത്വത്തെ ദൈവം നമുക്കായി തന്നു. ഒരുപാട് കാര്യങ്ങൾ ലില്ലിയിലൂടെ ഇനിയും ചെയ്യാൻ കഴിയും. ഉയരങ്ങളുടെ വിജയത്തിന്റെ സോപാനങ്ങൾ കീഴടക്കും തോറും ഏറ്റവും വിനയമുള്ളവരായി തീരട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം അവളെ എപ്പോഴും പറയും, കുറെ കാലം ജീവിച്ചിരിക്കണം മൂല്യ ചേച്ചി, ഇരിക്കണ കാലം നന്മ ചെയ്യണം. പക്ഷെ ഒരുപാട് കാലം ഇത്തരം വ്യക്തിത്വങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ജോയ്സ് ടീച്ചർ. ഇനി പീസ് ഹോമിലെ മറ്റു സിസ്റ്റേഴ്സ്, എല്ലാറ്റിലും ഉപരി അക്ഷരത്തിന്റെ ബാലപാഠം ലില്ലിക്ക് പകരുന്നു.